ഇനി ടോപ്പ് ഹിറ്റ്സ്. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണം. മിസൈൽ ആക്രമണം തത്സമയ സംപ്രേഷണത്തിനിടെ നിരവധി മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റെന്ന റിപ്പോർട്ട്. ടെഹ്റാനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ടെൽ അവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്ന് ഇറാൻ. യുദ്ധത്തിൽ ഇറാൻ ജയിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നടപടി തുടങ്ങി വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. മണ്ണാർക്കാട് വീട് തകർന്ന സ്ത്രീ മരിച്ചു. കാസർഗോഡ് കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് 8 വയസ്സുകാരൻ മരിച്ചു. ഇടുക്കി മൂലമറ്റം ത്രിവേണിയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കണ്ണൂർ കൊട്ടിയൂരിൽ 2 തീർത്ഥാടകരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വീടിന് മുകളിൽ മരം വീണു, ഒരാൾക്ക് പരിക്ക്. കണ്ണൂർ തളിപ്പറമ്പിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. മലപ്പുറം പാലത്തിറങ്ങൽ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. മലയോര മേഖലകളിൽ മഴ തുടരുന്നു. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട്. കണ്ണൂർ തളിപ്പറമ്പിൽ ദേശീയപാത റോഡിലുണ്ടായ മണ്ണിടിച്ചൽ. അപകടാവസ്ഥയിലായ വീട് പൊളിച്ചു നീക്കാൻ നടപടി. വീട്ടുകാരുമായി ചർച്ച നടത്തി ദേശീയപാത അധികൃതർ. സംരക്ഷണ ഭിത്തി കെട്ടി പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന അധികൃതരുടെ ഉറപ്പ്. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട്. വർഷം സർവീസും DGP റാങ്കുമുള്ളവരെ മാത്രം പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ മതിയെന്ന് കേന്ദ്ര സർക്കാർ. ADGP റാങ്കിലുള്ള MR അജിത് കുമാറിനെയും സുരേഷ് രാജ് പുരോഹിതിനെയും ഒഴിവാക്കി പട്ടിക നൽകാൻ കേന്ദ്ര നിർദ്ദേശം. പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയത് 6 പേരുടെ പട്ടിക. പട്ടികയിൽ നിതിൻ അഗർവാൾ, രാവണ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവർ. ADGP റാങ്കിലുള്ളവരെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകാൻ ആഭ്യന്തര വകുപ്പ്. ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ജാതി സെൻസസ് നടത്തും. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസിന്റെ നടപടിക്രമങ്ങൾ അടുത്ത വർഷം തുടങ്ങും. രാപ്പകൽ സമരയാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ചുവന്ന ആശമാരുടെ കഥ പറയുന്ന നാടകം ആശാഭരിതം തിരുവനന്തപുരം ജില്ലയിലും വിവിധയിടങ്ങളിലും അവതരിപ്പിച്ചു. വൈറ്റ് റോസ് കലാസംഘമാണ് നാടകം അവതരിപ്പിച്ചത്. ആശമാരോടുള്ള സർക്കാർ അവഗണനയും ആശപോരാട്ടത്തിന്റെ നാൾവഴികളും ഉൾപ്പെടെ വിവരിക്കുന്നുണ്ട് നാടകത്തിൽ. അടിമപ്പണിക്കിനി ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും